ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് നല്ല നാടൻ ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാനിവിടെ ഒരു 10 സവോളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 1/2 കിലോഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒന്നും കൂടെ ബെറ്ററായി കിട്ടും. ഒരു വലിയ സൈസിലുള്ള നമുക്ക് ഗാർലിക്കും ഒരു 5 എണ്ണവും അതുപോലെ തന്നെ വലിയൊരു സൈസിൽ നമുക്ക് ജിഞ്ചറും ഒരു 6-7 മുളകും കൂടെ നമുക്ക് എടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ടേസ്റ്റ് വരാനായിട്ട് ജിഞ്ചറും അതുപോലെ ഗാർലിക്കും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ആദ്യം തന്നെ ബീഫും അതുപോലെ തന്നെ സവോളയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 hour ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 1.5 സ്പൂണോ 2 സ്പൂണോ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടിയാണ്, അത് 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് അതിലേക്ക് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആദ്യം തന്നെ ചതച്ച് വെച്ചത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിലൂടെ നമുക്ക് മുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റാകാൻ വെച്ചതിന് ശേഷം ഒരു 1/2 hour കഴിഞ്ഞ് നമ്മൾക്ക് ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3-4 വിസിലിന് ശേഷം ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രഷർ പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നല്ല നാടൻ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉരുളിയിലും അതുപോലെ വിറകടുപ്പിലുമാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് അതിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് അനിയനും അതുപോലെ തന്നെ കുറച്ച് ചില്ലിയും കറി ലിപ്സും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ആക്കിയെടുക്കാം. അപ്പം നമുക്ക് ഏകദേശം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ബീഫിന് 4 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്തേക്കുന്നത്. കുറച്ച് പെപ്പറിൻ്റെ പൗഡറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ചാണ്. നിങ്ങൾക്കിപ്പോൾ പെപ്പർ ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും മസാല നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓൾറെഡി നമ്മുടെ ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമുക്ക് ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ടാവും, ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ഗ്രേവിയിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് 1-2 തക്കാളി എടുത്താൽ മതി. ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ രീതിയിൽ. അപ്പം നമ്മുടെ ബീഫെല്ലാം വെന്ത് നല്ല വെള്ളവും നെയ്യൊക്കെ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ബീഫ് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ നിങ്ങൾക്ക് അധികം ഗ്രേവി ഇങ്ങനെ കാണണ്ട, നമുക്കൊരു ചാറ് പോലെ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു രീതിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ബീഫാണ് വേണമെങ്കിൽ കുറച്ച് ഫുള്ള് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റ്, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റുള്ള ബീഫാണ്. അതിൻ്റെ ഗ്രേവിയും എല്ലാം നല്ല സെറ്റായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഒരു 2-3 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞ് നമുക്ക് നല്ല നാടൻ ബീഫ് കറി ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മല്ലിയിലയും ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇറക്കി വെച്ച് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും.